എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? ഇന്ന് നമ്മൾ കൈപ്പങ്ങ മുളകിടുക കേട്ടോ. കൈപ്പങ്ങ മുളകിട്ടതും ഉണക്കൽ പൊരിച്ചതും ആണ് ഉച്ചക്ക്. കൈപ്പങ്ങ തേങ്ങ വറുത്തരച്ച് വെച്ചാൽ കോഴിച്ചാറ് പോലെ നിൽക്കും. ഈ കറി അതിനേക്കാളും രസം കേട്ടോ. ഈ മുളകിട്ട് തീരെ കയ്പില്ല കേട്ടോ കറി. കേടായിരുന്നു, അത് നന്നാക്കാൻ കൊടുത്തത്. അതിപ്പോൾ അല്ലെങ്കിലും അതിനേക്കാളൊക്കെ എളുപ്പം തന്നെയാണ്. വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെയാണ് കുത്തി ചതക്കുക. ഇതിനായിട്ടൊരു പാത്രം നിരത്തണ്ട. സവാള അരിഞ്ഞ ആ പലക തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തി ചതച്ചിക്കാണ്ട് ആണ് വെളിച്ചെണ്ണയൊക്കെയിട്ടാണ് വാട്ടിയിട്ടാണ് മുളകിടുക. ആവശ്യമുള്ള സാധനമാണ് സവാള, ഉള്ള പൊടികൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ പണിയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെളുത്തുള്ളി ജീരകമൊക്കെ കണ്ട് തൊലിച്ച് കണ്ടാണ് കെഗ്ഗിക്കാണ്ടാണ് കുത്തിച്ചതക്കുക. നമുക്ക് ഈ തോലുകളൊക്കെ വെച്ചുണ്ടാക്കി തിന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല. മീനിലിറച്ചിക്കും എല്ലാത്തേക്കും ഇങ്ങനെ തന്നെയാണ് തൊലിച്ച് തുറക്കുക. സാധാരണ നമ്മൾ മീനൊക്കെ മുളകിടുന്ന അതേമാതിരിക്ക് തന്നെയാണ്, വേറെ കേട്ടോ. അപ്പം എങ്ങനെ നോക്കുക, ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് പപ്പടം പൊരിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം മുളകിടാൻ. എണ്ണയൊക്കെ നല്ലോണം ചൂടായിക്കണ്, പൊരിച്ചെടുക്കട്ടെ. ഈ പപ്പടം പൊരിച്ച എണ്ണയിൽ എന്ത് താളിച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാ പപ്പടം പൊരി കഴിഞ്ഞ് ഉലുവയാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അത് പൊട്ടിയിട്ട് കടുകിട്ട് കൊടുക്കുക. ഇടുന്നത് വലിയ ജീരകം, പെരുംജീരകം, ഞാൻ പറയുന്നത് പെരുംജീരകം. പൊട്ടിയതിൻ്റെ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കണ്ട് ചെറുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ നല്ലോണം മൂത്ത് ഇങ്ങോട്ട് ചുമന്ന് വരുമ്പം സവാളയും പച്ചമുളകും കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് വഴന്ന് വരട്ടെ. തക്കാളി കൂടി ഇട്ട് കൊടുത്ത് കണ്ട് ഒന്നാണ് അടച്ചേക്കട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ലോണം ഉടച്ചാൽ കായായി കിട്ടും. തക്കാളിയൊക്കെ ഇട്ട് നിൽക്കട്ടോ. കൂട്ടുകാരങ്ങൾക്കൊക്കെ സുഖം നമുക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ ഇന്നിൻ്റെ വീഡിയോ
സൗണ്ട് ഉണ്ടോയെന്ന് പറയണം കേട്ടോ. കൂടീനോ ഇല്ലേ പറയണം കേട്ടോ. എന്നോട് കഴിയും പോലെ ഞാൻ സൗണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പറയുന്നുണ്ട് വീഡിയോ സൗണ്ട് കൂടി വേണം എന്ന്. അപ്പോൾ ഞാനൊന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ എന്ന് കമൻറ്റിൽ പറയണേ. വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായി കാണണേ. ഞാൻ കാണുന്നത് അതേപോലെ തിരിച്ച് കാണും കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ, എന്നെയും കുടുംബത്തെയും. അത് പ്രത്യേകം പറയുന്നു. പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കയ്പങ്ങൾക്ക് തീരെ കയ്പില്ല കേട്ടോ. അങ്ങനെ മുളകിട്ടാൽ കറി കുട്ടികളും കൂടി കൂട്ടി ഇവിടെ. ഇത്തിരി പോരായുണ്ട്, കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ. എല്ലാം കൂടി കായായി കിട്ടീന്. ഇനി ഇതിക്ക് ഈ കയ്പങ്ങ നുറുക്കി വെച്ചതാണ് ഇട്ട് കൊടുക്കുക. ഞാൻ വലുതാക്കി നുറുക്കിക്കാണ് കേട്ടോ. നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് തോന്നൊന്നും വേണ്ട, അതിന് ഇങ്ങനെ ഇത്ര തന്നെ മതി. ഉണ്ടാക്കണ കറി ഏതായാലും ഒരു എരുമ്പുളിയൊക്കെ നല്ലോണം ചുവനുണ്ടായാൽ തോന വേണ്ട, കുറച്ച് മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. അപ്പം ഇനി നമ്മൾ ചോറൊക്കെ വേവിച്ചട്ടെ. എല്ലാവരും മുഴുവനായി കാണണേ. ഇങ്ങനത്തെ ഒരു കറി വയ്ക്കൊരു ഉണക്കൽമീൻ പൊരിച്ചതും ഒരു മുളക് വറുത്തതും. എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ്!